എവിടെ? അത് മരിച്ചോ അതോ ഇന്നും ജീവനോടെ ഉണ്ടോ? ആ കുഞ്ഞു മരിച്ചെന്ന് ഞാൻ പറഞ്ഞാ പോലെ. ഇന്ന് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ മാത്രം എന്താ സംഭവിച്ചത്? എന്തോ എനിക്കറിയില്ല. ആ കുഞ്ഞിന്റെ ഓർമ്മകൾ എന്നെ വേട്ടയാടുകയാണ്. കാഞ്ചനെ, നിനക്കിന്ന് വേറൊരു ഭർത്താവും മകനും ഉണ്ടെന്ന് നീ മറക്കരുത്. നിന്റെ ഈ അവസ്ഥ അയാൾ ഏതാണ് ഈ സീരിയല്? ഭർത്താവ് സോമനറിഞ്ഞാൽ ഉണ്ടാവുന്ന കണ്ണീർ സാഗരം. എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഇഷ്ടമല്ലാത്തൊരു കാണണ്ട. എനിക്കൊന്നും കാണണ്ട. അല്ലെങ്കിലേ മനുഷ്യന്മാർക്ക് വിഷമിക്കാനായിട്ട് ഓരോ കാരണങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഒരു പുതിയ ടെൻഷനും കൂടി വലിച്ചു കയറ്റാൻ. സാറാ, വൈകുന്നേരം ഈ സീരിയൽ കാണാൻ ഇരുന്നപ്പോൾ തുടങ്ങിയതാ ഈ കരച്ചില്. നിന്റെ ക്യാരക്ടറിന് ഇത് എത്ര എഫക്റ്റ് ചെയ്യാൻ നിനക്കറിയോ? ഓ സമ്മതിച്ചു. ഇപ്പൊ ഒന്ന് കാണാൻ വിടുവോ? ശരി, ഞാൻ ഒന്നും പറയുന്നില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലായിക്കോളും. ഒരേ സമയം നർമ്മം കോർത്തിണക്കിയ എന്താ നീങ്ങ്. കുടുംബങ്ങളെ ആധാരമാക്കിയ കുറച്ചു നീങ്ങ്. ഏറ്റവും നീങ്ങടോ. ശക്തിയുടെ കഥ പറഞ്ഞ നിങ്ങളുടെ സ്വന്തം പരമ്പര കണ്ണീർ സാഗരം തുടർന്നു കാണുക. കാണണോ? കണ്ടോ? അയ്യോ, മിസ്റ്റർ ചിത്തരംഗൻ, നിങ്ങൾ സാമർഥ്യമുള്ള ഒരു എഴുത്തുകാരനാണെന്ന് എനിക്കറിയാം. പക്ഷേ FIR എഴുതി തളമ്പിച്ച എന്റെ ബുദ്ധിയോളം വരില്ല. ശ്ശോ, അലമ്പ്. നമുക്ക് എന്തൊരു നോക്കാം. കഷ്ടാത്. തോൽവി എന്നൊരു വാക്ക് നിങ്ങളുടെ നിഘണ്ടുവിൽ ഇല്ല എന്ന് നിഘണ്ടുവാ? ഓ, നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ. ഓർമ്മയിരിക്കട്ടെ. എന്താ അവര് പറയുന്നത്? നല്ല കൂറ ഇല്ലാത്ത ഒന്നിനെ ഡയലോഗ്. സൃഷ്ടിച്ച് എഴുതി ചേർക്കുന്നവനാണ് ഒരു യഥാർത്ഥ എഴുത്തുകാരൻ. തീർച്ചയായും നിങ്ങളുടെ നിഘണ്ടുവിൽ നിഘണ്ടുവിൽ ഞാൻ ഞാൻ അത് എഴുതി ചേർക്കും മിസ്റ്റർ. കഷ്ടം. അത് മാത്രോ, തെരഞ്ഞെടുത്തിരിക്കുന്ന സബ്ജക്റ്റ് കണ്ടില്ലേ? ജാരസന്ധതിയെ തേടിപ്പോകുന്ന മാന്യായ അമ്മ. എന്നിട്ട് അത് അവര് മറയ്ക്കാനായിട്ട് ഓരോ കളത്രം കാണിച്ച് പണി പാളുമ്പോ നമ്മൾ അത് ഓർത്ത് കരയണം. അയ്യേ, ഇതാണോ കഥ? എന്നെ അതിൽ അഭിനയിക്കാൻ വിളിച്ചാ ഞാൻ ഡേറ്റ് പോലും കൊടുക്കില്ലായിരുന്നു. ഓഹോ, വൈ? കഥ പോരാ. നിങ്ങൾ ഇത്രയും പുച്ഛിച്ചില്ലേ? ഇനി കഥ പറഞ്ഞിട്ടുള്ളൂ ബാക്കി കാര്യം. കഥയുടെ ഓപ്പണിംഗ് എന്ന് പറയുമ്പം അയ്യോ, ഭയങ്കരം. പാഞ്ഞു പാഞ്ഞു പോകും കാലം കൂടെ എത്തുവാൻ എനിക്ക് വേഗം വേണം. ചുരുണ്ടുറങ്ങുവാനും ചടഞ്ഞു കൂടുവാനും എനിക്ക് വേണം ആഴ്ചയിൽ കുറഞ്ഞത് 5 സൺഡേ. Here we go again with the beat. ചുമ്മാ you're popping and you're jumping from the seat. ചുമ്മാ if this is what you want and over there. ചുമ്മാ just chill, we gonna make it up today. ചുമ്മാ ചുമ്മാ chumma, it's all about being chumma, chumma. Let's all be chumma, chumma. Oh yeah, ooh, yeah. Rapapacilalo. Whoa, whoa. Chumma. എല്ലാം വിശ്വട്ടന്റെ കാരുണ്യ.
ഹാ, വിശ്വേട്ടൻ എന്താ ഇങ്ങനെ പറയുന്നത്? വിശ്വേട്ടനെ ഞാൻ ദൈവത്തിനെ പോലെയാ കാണുന്നെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്. വിശ്വേട്ടൻ എന്നെ വിശ്വാസമില്ലേ? ആ, കൊണ്ടുവന്നുണ്ട്. ഓക്കെ. എന്തായി വല്ലതും നടക്കോ? അടുത്ത ആഴ്ച ഷൂട്ടിംഗ് തുടങ്ങുന്ന പറയുന്നത്. ആഹാ. ആ, ഞാൻ രക്ഷപ്പെട്ടു റോയ്ച്ച. ചെറുപ്പം മുതലേയുള്ള ആഗ്രഹം വലിയൊരു സിനിമാ നടനാവണമെന്ന്. ഇപ്പോഴാ നല്ലൊരു ചാൻസ് വന്നത്, അതും വിജയൻ കാട്ടുകടേന്റെ പടത്തില്. ഹൈ, അയാള് മറ്റേ പടത്തിന്റെ ഡയറക്ടർ അല്ലേ? അത് നിനക്കങ്ങനെ അറിയാം? അത് ഈ പോസ്റ്ററിലൊക്കെ കണ്ടിട്ടുണ്ട്. പേര് അങ്ങനെ. അങ്ങനെ വല്ല പടമാണോ അത്? അല്ല റോയ്ച്ച, ഇത് നല്ല പടാ. ഉത്തരം കാണാതെ. അയ്യോ റോയ്ച്ച, സമയായി. 10 മണിക്ക് കാണണമെന്നാ പറഞ്ഞേ. ഞാൻ പോട്ടെ. ദേ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ എപ്പോഴും ഈ ക്യാഷിന്റെ കാര്യം ഡീൽ ചെയ്ത് എപ്പോഴും അതിന്റെ വിചാരം മാത്രം ഉണ്ടാവും. എങ്ങാനും നിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഇല്ലെന്ന് പറഞ്ഞത്. ഇനി എന്തെങ്കിലും കൊടുക്കേണ്ടി വന്നാലും വീട്ടിൽ പോകാനുള്ള വണ്ടിക്കാശ് വെച്ചിട്ട് വേണം കൊടുക്കാൻ. അതെന്താ പറയുന്നതെന്ന് വെച്ചാല്, കൊച്ചിക്കാർ ഊറ്റുമ്പോ അതിൻ്റെതായിട്ടൊരു റേഞ്ചിലാ ഊറ്റുക. അത് കറക്റ്റാ. അവന് നല്ല എക്സ്പീരിയൻസാ സിനിമ കാര്യത്തിലല്ല, ഗേൾസ്. ആ, നീ ചെല്ല്. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ആ, പിന്നെ കൊച്ചിയെ മാറിയിട്ടുള്ളൂ. ആൾക്കാർ എപ്പോഴും പഴയ തന്നെ. സൂക്ഷിച്ചു ചോദിക്കോ. റോയ്ച്ചന്റെ ഒരു കാര്യം. അപ്പൊ ശരി റോയ്ച്ച, എന്റെ ക്ലാസ് സാറാകുമ്പോ തന്നോളാം എന്റെ റോയ്ച്ച. എപ്പോഴാണോ? മോനെ വിശ്വട്ടനാടാ, എന്തുണ്ടാ? ആ, ഞാൻ വിളിച്ചതേ നമ്മുടെ പുതിയ പ്രൊജക്റ്റിലേക്ക് മെലിഞ്ഞ് സുന്ദരനായ ഒരു പയ്യനെ വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ, എൻ്റെ കൂടെ ഒരു പയ്യനുണ്ട്, നല്ല പയ്യനാ. അവനെ ഞാൻ അങ്ങോട്ട് വിടാം. ആ, ചാൻസ് അങ്ങ് കൊടുത്തിന്. ആ, ഇതിനു വേണ്ടി ഞാൻ ഡയറക്ടർ റൂബി ജോണിനെ ഒന്ന് വിളിച്ചായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു വിശ്വട്ടൻ്റെ പയ്യനായതുകൊണ്ട് നായക വേഷത്തിലെ അഭിനയിക്കൂ, ചെറിയ വേഷങ്ങളൊന്നും കൊടുക്കാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. എന്ത് ചെയ്യുമെന്ന് പറ. ഇങ്ങനെയൊക്കെ ഇവൻ ബഹുമാനിച്ച് എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. കാരണം പുതിയ പയ്യനല്ലേ, അവൻ ഇൻഡസ്ട്രി ആളുകളെയൊക്കെ ഒന്ന് കണ്ടു പഠിക്കട്ടെ. അപ്പൊ ഇവരെ ഞാനങ്ങോട്ട് വിട്ടേക്കാം. ഓക്കെ? അതെ, അപ്പോഴേ പറഞ്ഞേക്കാം, പൂജയ്ക്ക് ഞാൻ ഉണ്ടാകുകയില്ല. ഓ, എന്താ കാര്യമൊന്നോ? എൻ്റെ കുഞ്ഞമ്മയുടെ മോളുടെ കൊച്ചിൻ്റെ പോളിയോ എടുക്കുന്ന ദിവസമാണ്. ആ, അതെ അതെ. അപ്പൊ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ? ഇതാണ് പുലി, മലയാള സിനിമയുടെ നെടും തൂണ്. നീ എന്താ ആലോചിക്കുന്നത്? അല്ല വിശ്വേട്ടാ, വിശ്വേട്ടനെ പോലെ ഒരാളെ പരിചയപ്പെടാൻ എനിക്ക് ഭാഗ്യമുണ്ടല്ലോ എന്ന് ആലോചിച്ച. എല്ലാം കാലം മനസ്സിലാക്കി തരും. മതി. ആ, അപ്പൊ ആ ബിജുവിന്റെ പടത്തിൽ പോയി അഭിനയിച്ചോ? ഡയലോഗ് ഉണ്ടാവോ വിശ്വേട്ടാ? ആ, അതൊരു ഊമയുടെ വേഷമാണെന്നാ പറഞ്ഞത്. കഷ്ടായി പോയി. എന്ത് കഷ്ടം? എടാ, ആദ്യത്തെ പടത്തിൽ ഊമയായിട്ട് അഭിനയിച്ചവന്മാരെ ഇപ്പൊ സ്വപ്നം പോലുള്ള വീടും വെച്ച് വോക്സ്വാഗണിന്റെ വലിയ വണ്ടിയിലോ നടക്കുന്നത് അറിയോ? ആഹാ. അത് മാത്രമല്ല, നീ തന്ന 25,000 രൂപയ്ക്ക് സിനിമ ഡയലോഗ് കിട്ടത്തില്ല. ഒരു നല്ല ഡയലോഗ് കിട്ടണമെങ്കിലേ മിനിമം 35,000 രൂപ കൊടുക്കണം. ആ, അപ്പൊ ആ പടത്തിന്റെ നായകൻ എത്ര കൊടുത്തിണ്ടാവും? 1.5 കോടി രൂപ. എന്റെ അമ്മേ. എന്നിട്ട് ഈ സിനിമയിലെ ഡയലോഗ് വെച്ച് നോക്കുമ്പോഴേ അവൻ വീണ്ടും കടക്കാരനാ. ഇനി ഒരു 50 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിലേ വില്ലൻ നായകനിട്ടിടിക്കുന്ന സീനൊന്നും സിനിമയിലുണ്ടാകുകയില്ല. അത് മാത്രമല്ല, വില്ലൻ നായകനെ ചീത്ത വിളിക്കുമ്പോഴേ നായകന് തിരിച്ച് ഡയലോഗ് ഒന്നും ഉണ്ടാകുകയില്ല. അവിടെയാണ് ഈ വിശ്വേട്ടൻ വെറും 25,000 രൂപയ്ക്ക് 4 സീൻ വാങ്ങിത്തരുന്നത്. നീ ഭാഗ്യവാനാടാ മോനെ. താങ്ക് യു ഏട്ടാ. ആ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. വേറൊരു പയ്യൻ അവന്റെ ആധാരമായിട്ട് വരുന്നുണ്ട്. അതേത് പടത്തിൽ അഭിനയിക്കാനാ? അത് വൻ പ്രൊജക്റ്റ് അല്ലേ, തമിഴ്. ഓ, നീ ആ പൈസ ഇങ്ങ്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ കാശ. ഇതുകൊണ്ട് ഞാൻ രക്ഷപ്പെടാൻ എന്നെ അനുഗ്രഹിക്കണം വിശ്വേട്ടാ. നന്നായി വരും പോലെ. നീ ഉയരങ്ങൾ കീഴടക്കും. എന്താ ഞാൻ പറട്ടെ? ശരി, അപ്പൊ ഞാൻ വിളിക്കാം വിശ്വേട്ടാ. ശരി, ഓക്കെ. അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു യുവതാരത്തെ കൂടി കിട്ടാൻ പോകുന്നു. കൂളിംഗ് ഗ്ലാസ് ഇടട്ടെ. ഞാൻ ഷൺമുഖൻ, ആരാചാർ ഷൺമുഖൻ. നിങ്ങൾക്ക് എന്ത് വേണം? ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോയവനാ ഞാൻ. എന്താ കുറ്റം എന്നറിയണ്ടേ? ഒരു കുട്ടിയെ കൊന്നതിന്.
ടീച്ചർക്ക് അറിയണ്ടേ ആ കുട്ടി ആരാണെന്ന്? ദൈവമേ, ഷാരി മകളാണെന്നുള്ള കാര്യം പറയൂ. ഓ ഗോഡ്, ഇവനൊന്ന് ചത്താ മതിയായിരുന്നു. ദൈവമേ, ചങ്കിടിക്കുക. പറയല്ലേ പറയല്ലേ എന്റെ മുത്തപ്പാ. ശ്ശേ, എന്റെ കഷ്ടമാണ് നോക്കിയേ. ഇതാ ഇവരുടെ കുഴപ്പം. കണ്ടങ്ങ് രസം പിടിച്ച് വരുമ്പോഴാ. ബാക്കി നാളെ കണ്ടൂടെ? നാളെ ശനിയാഴ്ച പോട്ടാ, ഇനി തിങ്കളാഴ്ച ഉള്ളൂ. തിങ്കളാഴ്ച ഉണ്ടാ മതി. ഷൺമുഖ ഷാരിയുടെ കാര്യം പറയുന്ന മനുഷ്യരുടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ അവരുടെ ഉപദേശം. അതുവരെ ഞാൻ ഈ ടെൻഷൻ എങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കും? ആ, നിനക്കും തുടങ്ങിയോ സീരിയൽ ഭ്രാന്ത്? ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇത് മറ്റുള്ള സീരിയൽ പോലൊന്നും അല്ല. ഇത് യഥാർത്ഥ ജീവിതമാണ് മോനെ. എല്ലാരും ആദ്യം ഇതൊക്കെ ഒരു രസത്തിനാ കണ്ടു തുടങ്ങുന്നത്. പിന്നെ അവോയ്ഡ് ചെയ്യാനും പറ്റാതെ വരും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ഒരു രസത്തിന് തുടങ്ങി ഒഴിവാക്കാതിരിക്കാൻ എന്താ? സിഗരറ്റ് വലിയ കള്ളുകൂടിയിട്ടാണോ? ഹിയോ കലാകാര, നിന്നെ അല്ല ഉദ്ദേശിച്ചത്. ദാ ഇവളുമാര് സീരിയൽ കണ്ടു തുടങ്ങിയ പിന്നെ പ്രശ്ന. ഈ സീരിയലിലെ നായകന്മാരെ സംശയിക്കുന്നത് പോലെ അവരുടെ ഭർത്താക്കന്മാരെയും എന്നെ പോലുള്ള കാമുകന്മാരെയൊക്കെ സംശയിച്ചു തുടങ്ങാൻ. നമ്മളെന്തെങ്കിലും പ്രതികരിച്ചാൽ പിന്നെ അത് മതി ഇവളുമാര് സീരിയലിലെ കഥാപാത്രങ്ങളായിട്ട് മാറാൻ. നീ TV കാണാറുണ്ടോ? മലയാളത്തിൽ മൊത്തം എത്ര ചാനലുള്ളത്? ഇതൊക്കെ എങ്ങനെ വന്നെന്നാ? ഞങ്ങൾ പെണ്ണുങ്ങൾ സീരിയൽ കുത്തിയിരുന്ന് കാണുന്നതുകൊണ്ടാ. ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയ ഗ്രോത്തിന് മെയിൻ കാരണം സീരിയൽസ് ആണ്. അതിന്റെ പിറകെ ഞങ്ങളും. ഈ ആണുങ്ങൾ എല്ലാവരും സീരിയൽസിനെ പരസ്യമായി പുച്ഛിക്കുന്ന ആൾക്കാരാണ്. എങ്ങാണ്ട് ഒരു ദിവസം ഓഫീസിൽ ലേറ്റായി വന്നു കഴിഞ്ഞാൽ ആ എപ്പിസോഡിൽ എന്തായെന്ന് അറിയും വേണം. യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും സീരിയൽസിന്റെ ഫാൻസ് ആണ്, അതിലൊരു സംശയമില്ല. ആഹാ, നിങ്ങൾക്ക് ഇത്രയും ജനറൽ നോളജ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഛേ, പാവ അമ്മ സീരിയൽ കാണുമ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. വിവരവും വിദ്യാഭ്യാസമുള്ള അച്ഛൻ കാണുമ്പോഴെങ്കിലും ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. ശരിയാ, ഇത്രയും കാലം കൊണ്ട് എത്ര സീരിയസ് മിസ് ചെയ്ത് കാണുക. ഞാനും. അതൊരു വലിയ നഷ്ടമായി പോയി. എന്തായാലും ഞാൻ പറയുക, സീരിയൽ കാണുമ്പോൾ ഇത്ര ബോറ് പരിപാടി വേറെ ഒന്നുമില്ല. നീ അത് പറയരുത് ടോണി. ഇന്നലെ വരെ ഞാൻ നിന്റെ കോൺസെപ്റ്റിൽ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇന്ന് എനിക്കതിൽ കുറ്റബോധമുണ്ട്. എടാ, സിനിമ കാണണമെങ്കിൽ നമുക്ക് ക്യൂ നിന്ന് വെയിൽ കൊണ്ട് കാണണം, അതും കാശും കൊടുക്കണം. പക്ഷേ ഈ സീരിയൽ കാണണമെങ്കിൽ പാവങ്ങൾ കാശ് കാണാതെ വീട്ടിൽ വന്നിട്ടില്ലടാ അവർ കാണിച്ചു തരുന്നത്. അത്രയ്ക്ക് മഹത്വം നീ പറയണ്ട. ഇന്നാളങ്ങാണ്ട് ഞാൻ പത്രത്തിൽ വായിച്ചതാ, ഏതോ ഒരു മലയാള മെഗാ സീരിയൽ അമേരിക്ക എത്രയോ കോടി ഡോളർ കൊടുത്ത് വാങ്ങിയെന്ന്. അമേരിക്ക കണ്ടോ? നീ ഇഷ്ടപ്പെടുന്ന രാജ്യക്കാർ വരെ നമ്മുടെ സീരിയൽസിനുള്ള ആരാധന കണ്ടല്ലോ. അതാണ്. എന്തിനാണ് വാങ്ങിയെന്നറിയാവോ? എന്തിനാ? ഏതോ തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് എന്തോ ഒരു സത്യം മനസ്സിലാക്കാൻ അമേരിക്ക എല്ലാ പീഡനമുറകളും പ്രയോഗിച്ചെന്നു. ഒടുവിൽ ഒന്നും നടക്കാതെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒബാമ ഇവിടെ നിന്ന് ഏതോ ഒരു മെഗാ സീരിയൽ 100 കണക്കിന് ഡോളർ കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോയി ആ തീവ്രവാദികളെ കാണിച്ച് അവരിന്ന് മൊത്ത സത്യങ്ങൾ ഊറ്റിയെടുത്തു. അവർ പണ്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല, ഇനി പ്ലാൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ വരെ പറഞ്ഞു കൊടുത്തു. അറിയോ? അയ്യേ, അതേത് സീരിയലാ? നമ്മുടെ വിധുമോഹന്റെ ബേലിചാട്ടം. നീ സീരിയൽസിനെ അപമാനിക്കുമല്ലടാ. നമുക്ക് അവനെ നമ്മളെ വഴിക്ക് കൊണ്ടുവരാം. സീരിയൽ കണ്ട് വിഷമിച്ചിരിക്കുന്നവർക്ക് കളിക്കാൻ വരുന്നത് ടോണി. മൈൻഡ് ഇറ്റ്. റോഷനിതുവരെ ഉറങ്ങിയില്ലേ? Oh my God, what am I seeing? ആനന്ദ് എണീക്ക്, വാ. സാറ എണീക്ക്, എണീച്ച് പെട്ടെന്ന് വാ സാറ. നല്ല സീനും പോയി. എന്തിനാ വിളിച്ചേ? വാ, നോക്ക്. എന്താ എന്ത്? അമ്പട റോയ്ച്ച, ഇത്ര നാൾ ഏറെ പിടിച്ച് നടന്നിട്ട് രാത്രിയായാലും ഇതാണല്ലേ പണി. റോയ്ച്ചനെവിടെ? പതുക്കെ ബാത്റൂമിൽ. ഇതെന്താ? സാറേനെക്കാട്ടും വലിയ സീരിയൽ ഫാനാണോ റോയ്ച്ചൻ? ഉറക്കൊക്കെ ഒഴിച്ചിരുന്ന് കാണാൻ.
അതും യൂട്യൂബിൽ. ഇങ്ങോട്ട് വരട്ടെ. ഛേ, ഈ സമയത്ത് ടോണി കൂടെ വേണമായിരുന്നു. അവൻ നല്ല ഉറക്ക. ഓ മൈ ഗോഡ്, എസ്കേപ്പ്. ഓക്കെ. അയ്യോ, പാവം. എന്താ ഇയാൾക്ക്? പാവം. ശ്ശോ, ബക്കറ്റ് വേണോ ആവോ? അയ്യേ, എന്താ റോയിച്ച ഇങ്ങനെ? കരച്ചിലായത്. എന്നാലും എന്റെ റോയിച്ച ഇതെന്തൊന്ന് കരച്ചിലായത്? നോക്കി നിൽക്കാതെ പോയി കണ്ണു തുടയ്ക്കാൻ. വേണ്ട, ഞാൻ തുടച്ചോളാം. 2 ദിവസം ലേറ്റ് ആയിട്ട് വരുന്നുണ്ടാ റോയിച്ച രാത്രി യൂട്യൂബിലിരുന്ന് സീരിയൽ കാണുന്നത്? അല്ലാതെ ഞാനല്ല. ആഹാ, അതിനകത്ത് കമന്റ്സ് വരെ ഇട്ടിട്ടുണ്ടല്ലോ. കൊള്ളാലോ. എന്താ അത് പാറു? It's a pain that I've never felt before. എന്റെ പൊന്നു റോയിച്ച തകർത്തു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഞാനല്ല എടുത്ത്. സത്യം, ഞാനിവിടെ വന്നിട്ട് ഇത് യൂട്യൂബിൽ ബഫറായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ട് ഓഫാക്കാൻ മറന്നോ ഞാൻ വിചാരിച്ചത്. ശരി ശരി. പിന്നെ ഇരുന്ന് കണ്ടു എന്നുള്ള കാര്യം സത്യമാണോ? കണ്ടു നോക്കിയപ്പോ കൊള്ളാം. ആണോ? അപ്പൊ ഇരുന്ന് കണ്ടു, അത്രേ ഉള്ളൂ. എന്താ ഈ കാണുന്നേ? സത്യം അതെടി. ഞാനല്ല. എനിക്കിത് അറിഞ്ഞൂടാന്ന് നിങ്ങക്ക് അറിഞ്ഞൂടെ? ഞാനും അല്ല. നമ്മള് പറയുന്ന സത്യമാണെങ്കിൽ ഇത് അവനായിരിക്കും, നമ്മുടെ പഞ്ചാരക്കുട്ടൻ ടോണി. ശരിയാ, ചിലപ്പോ അവൻ കൊണ്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും റോയിച്ചൻ വന്നത്. നമ്മളെ കണ്ടോണ്ടിരുന്നേന്ന് റോയിച്ചൻ വിചാരിച്ചോട്ടെ എന്ന് കരുതി കാണവൻ. ഈ ഫ്ലാറ്റ് മുഴുവൻ സസ്പെൻസ് ആയിരുന്നല്ലേ. അപ്പൊ അവൻ ഉറങ്ങായിരുന്നില്ല. അവൻ അങ്ങനെ വിട്ടാ പറ്റില്ല. അല്ല, ഇപ്പൊ സീരിയലുണ്ടെന്ന് വെച്ചപ്പോ എന്താ പ്രശ്നം? സീരിയൽ കണ്ട പ്രശ്നമല്ല, പക്ഷെ അവൻ കണ്ട പ്രശ്നം. അതെ റോയിച്ച, സീരിയൽ എങ്ങനെയുണ്ട്? കൊള്ളാം. എന്നാ മുഴുവനിരുന്ന് കണ്ടോ, നമുക്ക് ചെറിയ പണിയുണ്ട്. വടി. ഈ ശാരംഗതയുടെ റോയിച്ചന്റെ അടുത്ത് എനിക്കും കേട്ടു. ഷൺമുഖ, പറയുന്നോ? പറയരുത്. ഞാൻ എന്ത് വേണമെങ്കിൽ തരാം. പ്ലീസ് ഷൺമുഖ, ഈ ഷാരിയുടെ കാര്യം ടീച്ചറോട് പറയരുത്. ഷൺമുഖ, പറയരുത്. പാവൻ ടീച്ചർ, പറയരുത്. എന്തുണ്ടെങ്കിലും പറയരുത്. അപ്പൊ നീ പറയുമല്ലേ? നോക്കിക്കോ, ഞാൻ റോയിച്ചനോട് പറഞ്ഞു കൊടുക്കും. ടീച്ചറെ, ഷൺമുഖൻ ടീച്ചറോട് പറയാൻ വന്നത് ഷാരിയുടെ കാര്യമാണ്. അവനെ വിശ്വസിക്കരുത്. ഷൺമുഖൻ കള്ളനാ. ടീച്ചർ സുന്ദരിയാട്ടോ. ചിത്തരഞ്ജന മറക്കണം. ഇനി ടീച്ചറിന് ഭർത്താവ് സോമനും മോൾ മാത്രം മതി. ഷാരി എന്ന അടുത്ത് തന്നെ ഉണ്ടല്ലോ. ടീച്ചറേ, ഷൺമുഖനാ പറയുന്നേ. ഷാരി ടീച്ചറെ മോളാ. എടാ, എല്ലാരും എന്താ ഇവിടെ? ഷൺമുഖന്റെ 16 എന്തോ ആടിയത്? എന്താ പറ്റിയേ? സിനിമാടന്റെ തലയടിച്ച് തെക്കോട്ടിട്ട് പോരെ.